ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പിണറായി വിജയനെ ക്രൂശിക്കുന്നത് നീതികേട്, സിപിഐഎം ആത്മപരിശോധന നടത്തണം, വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേട് എന്നുമാണ് SNDP മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയൽ. CPIM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടക്കും. ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും. പിണറായി വിജയന്റെ വാടക വീട്ടിലെ ED റെയ്ഡിൽ തുടങ്ങി വന്ദേമാതരം വരെയുള്ള വിവാദങ്ങൾ ചർച്ചയിൽ ഉയർന്നുവരും. നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. പുനർമൂല്യനിർണ്ണയത്തിനുള്ള CBSE പോർട്ടൽ പ്രവർത്തനക്ഷമമായി. 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള CBSE പോർട്ടൽ പ്രവർത്തനക്ഷമമായി. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോയും CBSE പങ്കുവച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. പോർട്ടലിൽ കഴിഞ്ഞ ദിവസം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. വെബ്സൈറ്റ് തകരാർ നിരവധി വിദ്യാർത്ഥികളെയാണ് വലച്ചിരുന്നത്. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകം. ശരീരത്തിൽ 91 മുറിവുകൾ. മരണകാരണം തലയിലെ നീർക്കെട്ടും രക്തസ്രാവവും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 91 മുറിവുകൾ. വാരിയലിൽ 7 പൊട്ടലുകൾ. തലയിലെ നീർക്കെട്ടും രക്തസ്രാവവുമാണ് മരണകാരണം. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കുട്ടിയുടെ കൈ ഒടിഞ്ഞതിലും അവ്യക്തതയുണ്ട്. കുട്ടിയുടെ കൈ ഒടിഞ്ഞത് പടിയിൽ നിന്നും വീണത് എന്നാണ് മൊഴിയിൽ. എന്നാൽ അതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. അക്കാര്യത്തിലും അന്വേഷണം നടക്കും. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട്. ഉന്നതതല യോഗം വിളിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ ഉന്നതതല യോഗം വിളിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, K മുരളീധരൻ, CP ജോൺ തുടങ്ങിയ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. കാലവർഷ സാധ്യത കൂടി കണക്കിലെടുത്താണ് ജലവിഭവ വകുപ്പ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ. അടിച്ചും തിരിച്ചടിച്ചും അമേരിക്കയും ഇറാനും. അമേരിക്ക-ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാന്റെ തീരദേശ നഗരമായ ഗെരുഖ്, തന്ത്രപ്രധാനമായ ക്വിഷം ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തി. സമാധാന ചർച്ചകൾ അതിവേഗം തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ശസ്ത്രക്രിയ നടത്തിയ കാലിൽ പുഴുവരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. സർജറി ചെയ്തയാളിന്റെ കാലിൽ പുഴുവരിക്കുന്ന നിലയിലെന്ന് ബന്ധുക്കൾ. പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ദുരനുഭവം. കഴിഞ്ഞ മാസം 28-ന് രാജേന്ദ്ര പ്രസാദ് ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്കേറ്റാണ് ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത്. കാലിൽ ശസ്ത്രക്രിയ നടത്തി കമ്പിയിട്ടിരുന്നു. ICUവിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് കാലിൽ പുഴുവരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.